11-6 വിശദമായി. കൊല്ലം തേവലക്കര സ്കൂളിലെ സൈക്കിൾ ഷെഡിന് അനുമതിയില്ല. ഈ വർഷത്തെ ഫിറ്റ്നസ് നൽകിയത് ക്ലാസ് ഓഫീസ് മുറികൾക്ക് മാത്രമാണെന്നും സൈക്കിൾ ഷെഡിന് പഞ്ചായത്ത് ഫിറ്റ്നസ് നൽകിയിട്ടില്ലെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. അതേസമയം 8ാം ക്ലാസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചതിൽ നടപടിയുമായി സർക്കാർ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് നൽകിയതിനു പിന്നാലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി. സ്കൂൾ ചുമതലയുണ്ടായിരുന്ന AEOയിൽ നിന്ന് വിശദീകരണം തേടും. മന്ത്രിമാരായ വി ശിവൻകുട്ടി, KN ബാലഗോപാൽ എന്നിവർ സ്കൂളിലും ഒപ്പം കുട്ടിയുടെ വീട്ടിലും എത്തി. വിദ്യാഭ്യാസ വകുപ്പിന്റെ പൂർണ്ണമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി, വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസ ഡയറക്ടർ തുടങ്ങിയ ആൾക്കാർ ചേർന്നുള്ള ഉന്നതതല യോഗം ചേർന്നു. മാനേജ്മെന്റിനോട് ഇതെ സംബന്ധിച്ചിടത്തോളം സംഭവത്തെ സംബന്ധിച്ചിടത്തോളം വിശദീകരണം ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇത് എയ്ഡഡ് മാനേജ്മെന്റാണ്. വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് എയ്ഡഡ് മാനേജ്മെന്റിന്റെ നടപടി ആദ്യമായി സ്വീകരിക്കേണ്ടത് മാനേജ്മെന്റാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിലെ HMനെ അന്വേഷണവിധമായി സസ്പെൻഡ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, രണ്ട് കാര്യം. ഒന്നാമത് സൈക്കിൾ ഷെഡിന് മുകളിൽ കയറിയാണ് മിഥുന് ആ ഷോക്ക് ഏൽക്കുന്നത്. സൈക്കിൾ ഷെഡിന്റെ നിർമ്മാണത്തിന് അനുമതിയില്ല എന്ന് പഞ്ചായത്ത് വ്യക്തമാക്കുന്നു. അപ്പോൾ അതൊരു ഗുരുതര വീഴ്ചയോ ലംഘനവുമാണ്. മറ്റൊന്ന്, ഈ പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? മൂന്ന് തരത്തിലുള്ള അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പ്രധാന അധ്യാപികയെ പ്രാഥമിക നടപടിയെന്നവണ്ണം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിനു പുറമെ വൈദ്യുതി വകുപ്പിന്റെ അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. കാരണം ഈ ലൈനുകൾ, ഈ വൈദ്യുതി കമ്പികൾ ഈ സൈക്കിൾ ഷെഡിന് മുകളിലൂടെ, അതായത് കൈ തൊട്ടാൽ എത്തുന്ന ദൂരത്തിൽ ഇങ്ങനെ മുകളിലൂടെ പോകുന്നത് എന്തുകൊണ്ട് നേരത്തെ കണ്ട് തടയാനായില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. അതിൽ എന്ത് തരത്തിലുള്ള വീഴ്ചയാണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു. അതോടൊപ്പം പോലീസിന്റെ അന്വേഷണവും സമാനമായ തരത്തിൽ പുരോഗമിക്കുകയാണ്. ഈ മൂന്ന് റിപ്പോർട്ടുകളും ഒരുമിച്ച് വെച്ചുകൊണ്ടായിരിക്കും ഇതിലെ തുടർ നീക്കങ്ങളിലേക്ക് സർക്കാർ കടക്കുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് ഇന്ന് ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ പരിസരത്ത് ഉണ്ടായത്. പ്രതിപക്ഷ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരെ വഴിയിൽ കരിങ്കൊടി കാണിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം നീളുന്ന സാഹചര്യമുണ്ടായി. നാളെയും അത്തരത്തിലുള്ള വൈകാരിക രംഗങ്ങൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. എന്തായാലും സ്കൂളും പരിസരവും വലിയ പോലീസ് കാവലിലാണുള്ളത്. അതേസമയം ഈ ഫിറ്റ്നസ് ഇല്ലാതെയാണ് ഈ സൈക്കിൾ ഷെഡ് അവിടെ സ്ഥാപിക്കുന്നതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖകളിൽ വ്യക്തമാക്കുന്നത്. അതായത് സ്കൂളിന്റെ കെട്ടിടത്തിന് മാത്രമേ പഞ്ചായത്തിൽ നിന്ന് ഫിറ്റ്നസ് ലഭിച്ചിട്ടുള്ളൂ എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റൈറ്റ്. എന്നാലും ഡാൻ കുര്യൻ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതിന് പിന്നാലെ വരും നടപടികൾ ഉണ്ടാകുമെന്ന് കരുതാം. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ 8ാം ക്ലാസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചതിൽ പ്രതിഷേധം ശക്തമായിരുന്നു. BJPയും RYFും KSUവും സ്കൂളിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ സെക്രട്ടേറിയറ്റിലേക്കായിരുന്നു ABVPയുടെ പ്രതിഷേധം. മിഥുന്റെ ദാരുണമായ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് തേവലക്കര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലേക്ക് രാവിലെ മുതൽ നടന്നത്. രാവിലെ 11 മണിക്ക് ആദ്യം BJPയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച്. ബാരിക്കേഡുകൾ തള്ളി മാറ്റിക്കൊണ്ട് ഈ സ്കൂളിനടുത്തേക്ക് എത്താനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് ഏറെ പണിപ്പെട്ടാണ് തടഞ്ഞത്. തുടർന്ന് ബാരിക്കേഡിന് മുകളിലൂടെ ചാടി ഈ സ്കൂളിന്റെ പരിസരത്തേക്ക് എത്തിയ പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ നീക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ RYFന്റെ നേതൃത്വത്തിലും സമാനമായ തരത്തിലുള്ള പ്രതിഷേധം നടന്നു. ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്നായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. മാനേജ്മെന്റിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഈ പ്രിൻസിപ്പലിനെ മാത്രം, അല്ലെങ്കിൽ പ്രധാനാധ്യാപികയെ മാത്രം ഇതിൽ ആരോപണ വിധേയമാക്കുന്നതിനപ്പുറത്തേക്ക് ഗുരുതരമായ കൃത്യവിലോപം നടത്തിയ മുഴുവൻ പേർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായിട്ടായിരുന്നു RYFന്റെ പ്രതിഷേധം. അതിന് തൊട്ടു പിന്നാലെയാണ് KSUവിന്റെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധം ഈ സ്കൂൾ പരിസരത്തേക്ക് ഉണ്ടായത്. ബാരിക്കേഡ് ഇളക്കി മറിച്ചിട്ടുകൊണ്ടായിരുന്നു KSUവിന്റെ പ്രതിഷേധം. പോലീസിന്റെ കണ്ണുവെട്ടിച്ചുകൊണ്ട് ഒരു വശത്ത് നിന്ന് പ്രവർത്തകർ ഈ ഗേറ്റിനടുത്തെത്തി ഗേറ്റ് തള്ളി തുറന്ന് സ്കൂളിനുള്ളിലേക്ക് കയറാനായി നടത്തിയ ശ്രമം
പോലീസുമായുള്ള ബലപ്രയോഗത്തിന് തന്നെയാണ് വഴിവെച്ചത്. പിന്നീട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് ഏറെ നേരം മുദ്രാവാക്യം മുഴക്കി സ്ഥലത്ത് തമ്പടിച്ചിരുന്ന പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് സ്കൂൾ പരിസരത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഇത്തരത്തിൽ തുടർന്നും പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് സ്കൂളിനകത്തും പുറത്തും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അടക്കം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം ഇത് സ്കൂളിന് സംഭവിച്ച വീഴ്ച എന്നതിനപ്പുറത്തേക്ക് പഞ്ചായത്ത് തലത്തിൽ സ്കൂളിന് ഫിറ്റ്നസ് നൽകിയ പഞ്ചായത്ത് തലത്തിലും ഈ KSEBയുടെ ലൈൻ പോയതിന് ഉത്തരവാദികളായ വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഈ സംഭവത്തിൽ ഒരു കെടുകാര്യസ്ഥത ഉണ്ടായിട്ടുണ്ട്, ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു കണ്ടെത്തലിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ആരോപിച്ചുകൊണ്ട് ഈ പ്രധാന അധ്യാപികയ്ക്കെതിരെ മാത്രം നടപടിയെടുക്കുന്നതിനപ്പുറത്തേക്ക് ഒരു സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ മുഴുവൻ കൃത്യമായ നടപടി എടുക്കുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ തേവലക്കരയിൽ ഇന്നും അടുത്ത ദിവസങ്ങളിലും നടക്കാനിരിക്കുന്നത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. പാലക്കാട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കൊല്ലത്തെ വിദ്യാർത്ഥി മിഥുന്റെ മരണത്തിൽ നടത്തിയ പരാമർശത്തിലെ തെറ്റ് തിരിച്ചറിഞ്ഞ മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ ഖേദപ്രകടനം. CPI സംസ്ഥാന നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് മന്ത്രി മാപ്പ് പറഞ്ഞത്. മിഥുന്റെ വീട്ടിലെത്തിയ ചിഞ്ചുറാണി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. കുട്ടിയുടെ മരണത്തിൽ നാടാകെ കരഞ്ഞപ്പോൾ പാർട്ടി പരിപാടിയിൽ നൃത്തം ചവിട്ടുകയായിരുന്നു കൊല്ലത്തിന്റെ മന്ത്രി. മാത്രമല്ല, മരണകാരണത്തിൽ മന്ത്രിയുടെ പരാമർശവും അങ്ങേയറ്റം അപമാനകരമായി. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് ഇതിന്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയുമോ? നമ്മളൊക്കെ അന്തിച്ചു പോകും. ഒരു കുഞ്ഞ് രാവിലെ സ്കൂളിൽ ഒരുങ്ങിപ്പോയ കുഞ്ഞാണ്. ആ കുഞ്ഞ് മരിച്ച് തിരിച്ചു വരുന്നൊരവസ്ഥ. ഒരുപക്ഷെ നമുക്ക് അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അതിനകത്ത് വലിച്ചു കയറി എന്നുള്ളതാണ് നമുക്കറിയുവാൻ. അങ്ങനെയുള്ള നിരന്തരം സംഭവങ്ങളാണ്. വെള്ളം എവിടെ കണ്ടാലും ഇന്ന് കുഞ്ഞുങ്ങളെല്ലാം കൂട്ടായി ചേർന്ന് വെള്ളത്തിൽ പോവുകയാണ്. കടുത്ത പ്രതിഷേധം മന്ത്രിക്കെതിരെ ഉണ്ടായി. CPI സംസ്ഥാന നേതൃത്വത്തിനും ഇതേ വികാരമായിരുന്നു. ഉടൻ തിരുത്താനും മാപ്പ് പറയാനും മന്ത്രിക്ക് സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വത്തിന്റെ നിർദ്ദേശം. തുടർന്നാണ് ചിഞ്ചുറാണി മിഥുന്റെ വീട്ടിലെത്തിയത്. അതെ, ശരിയാണ്. ഇപ്പൊ അങ്ങനെ പറയരുതായിരുന്നു. പക്ഷെ കുഞ്ഞതിന്റെ മേളിൽ കയറി എന്നുള്ളത് സത്യമാണ്. അങ്ങനെ കയറി എന്നുള്ളത് പറഞ്ഞ ഒരു വാക്കങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ. ന്യൂസ് 18 തിരുവനന്തപുരം. ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ അമ്മ സുജ നാളെ രാവിലെ 8:30 നെടുമ്പാശ്ശേരിയിലെത്തും. രാവിലെ 10 മണി മുതൽ 12 മണി വരെ തേവലക്കര സ്കൂളിലാണ് മിഥുന്റെ പൊതുദർശനം. തുടർന്ന് വീട്ടിലെത്തിക്കും. 5 മണിക്ക് വിളന്തറയിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. തീരാനാവുകയാണ് കൊല്ലത്ത് ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ചിത്രീകരിച്ച മിഥുന്റെ വീഡിയോയാണ് സഹപാഠികൾക്കും നാട്ടുകാർക്കും സങ്കടക്കാഴ്ച. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഘടന, പഞ്ചായത്തി രാജ് സംവിധാനം, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, നഗരപാലിക സംവിധാനം, മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഘടന, പഞ്ചായത്തി രാജ് സംവിധാനം, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, നഗരപാലിക സംവിധാനം, മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ. പത്തനംതിട്ടയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണു. കടമനിട്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉപയോഗശൂന്യമായിട്ടുള്ള കെട്ടിട ഭാഗങ്ങളാണ് ഇന്നലെ രാത്രി തകർന്നു വീണത്. ഉപയോഗശൂന്യമായിട്ടുള്ള കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് സ്കൂൾ അധികൃതരും പഞ്ചായത്തും ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് പരാതി. ഇപ്പോൾ സർക്കാർ തലത്തിൽ എടുക്കേണ്ട തീരുമാനമാണ്. പഞ്ചായത്തിന് വാലുവേഷൻ എടുത്ത ഒരു ബിൽഡിംഗ് ആണ് ഇത് പൊളിച്ചു കളയാമെന്നുള്ളത്.
സർക്കാർ തലത്തിൽ എടുക്കേണ്ട തീരുമാനമാണ് ഇത്. സർക്കാർ ബിൽഡിംഗാണ്, നമുക്ക് പഞ്ചായത്തിന് അങ്ങനെ കയറി പൊളിച്ചു കളയാനോ അങ്ങനൊരു റൈറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് സർക്കാർ എത്രയും വേഗം ഇടപെട്ട് ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊക്കെ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ പഴക്കം ചെന്ന് ഒരുപാടുണ്ട്, അത് പൊളിച്ചു മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കണ്ണൂർ പയ്യന്നൂരിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന BRC കെട്ടിടത്തിന്റെ സീലിംഗ് തകർന്നു വീണു. SSK ഓഫീസും ഓട്ടിസം സെന്ററും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ കോൺഫറൻസ് ഹാളിന്റെ സീലിംഗ് ആണ് തകർന്നു വീണത്. അധ്യാപകർക്ക് ഉൾപ്പെടെ BRCയുമായി ബന്ധപ്പെട്ട മിക്ക പരിപാടികളും പരിശീലനങ്ങളും നടക്കുന്നത് ഈ ഹാളിലാണ്. സീലിംഗ് ഇളകി തുടങ്ങിയത് ഒരാഴ്ച മുമ്പ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല എന്നാണ് ആക്ഷേപം. കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ തർക്കം ഒത്തുതീർപ്പിലേക്ക് എത്തുന്നു. ഇതിന്റെ ഭാഗമായി VC ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിന്റെ വസതിയിലേക്കെത്തി. മന്ത്രി നേരിട്ട് VCയെ വസതിയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് VC മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സസ്പെൻഷൻ നടപടി രജിസ്ട്രാർ അംഗീകരിക്കണമെന്നാണ് VCയുടെ നിലപാട്. മുഖ്യമന്ത്രി താമസിയാതെ ഗവർണറെ കാണുമെന്നും കൂടിക്കാഴ്ചയിൽ സർവകലാശാല വിഷയം ചർച്ചയായേക്കുമെന്നും മന്ത്രി സൂചിപ്പിച്ചു. ആ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തോട് കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള കാര്യം. സംസാരിക്കുന്നുണ്ട്, എല്ലാവരോടും ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒട്ടേറെ ഇടപെടൽ സാധ്യതകളുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. VCക്കും ചാൻസലർക്കും ഇടയ്ക്കൊരു അതോറിറ്റി ഉണ്ട്. കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ തർക്കം ഒത്തുതീർപ്പിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് മന്ത്രി നൽകുന്നത്. മുഖ്യമന്ത്രി ഗവർണറെ കാണാൻ പോകും എന്നുള്ള കാര്യം കൂടി മന്ത്രി ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി. സാരംഗ് ചേരുന്നു വിവരങ്ങളുമായി. സാരംഗ്, രാഷ്ട്രീയ പോരാട്ടം അവിടെ നിലനിൽക്കും, പക്ഷേ അതിനുമപ്പുറത്തേക്ക് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയാണ് അവിടെ പ്രതിസന്ധിയിലായി നിൽക്കുന്നത്. പൂർണ്ണമായും ഒരു സ്തംഭനത്തിലേക്ക് എത്തിയതും സർവകലാശാല. ഇത് ഒരു പരിഹാരത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പാണോ? തീർച്ചയായും. കാരണം ഒരു രാഷ്ട്രീയ പോര് നിന്ന് ആരംഭിച്ച് പിന്നീട് അതൊരു ഉദ്യോഗസ്ഥ തലത്തിലേക്കും പിന്നെ വിദ്യാർത്ഥി സംഘടനകളുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയപ്പോൾ കേരള സർവകലാശാലയുടെ ഭരണസ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അതായത് കുട്ടികളുടെ ഭാവി പ്രതിസന്ധിയിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെയാണ് ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മറ്റും ഒരു സമവായ ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അതായത് ഒരു ഭാരതാംബ വിഷയത്തിൽ ആരംഭിച്ച് പിന്നീട് അത് പല തരത്തിലേക്ക് മറിയുകയായിരുന്നു. അത്തരത്തിൽ സർവകലാശാലയുടെ മൊത്തം പ്രവർത്തികളെയും ബാധിക്കുന്ന രീതിയിലേക്ക്, അതായത് VCക്ക് ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് വരാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടിയാണ് ഈ ഒരു സർവകലാശാലയെ രക്ഷിക്കാനെന്ന തരത്തിലേക്ക് ഈ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ കാര്യത്തിൽ ഇടപെടുകയും ഇതിലൊരു സമവായ ചർച്ചയിലേക്കും എത്തുന്നത്. അതായത് ഈ ഒരു രജിസ്ട്രാർ സസ്പെൻഷൻ രജിസ്ട്രാറിന്റെ സസ്പെൻഷൻ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഇത്തരത്തിൽ VC മുന്നോട്ട് വെക്കുന്ന ഒരു ഉപാധി. അതിനൊപ്പം തന്നെ ഈ ഒരു അന്വേഷണം നടത്തി. അതായത് ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങളെ VC കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു, അച്ചടക്ക ലംഘനത്തിന്റെ പേരിലല്ല സസ്പെൻഡ് ചെയ്തത്, അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തത്. അന്വേഷണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടില്ല എങ്കിൽ തിരിച്ച് സർവീസിലേക്ക് എടുക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുമെന്നടക്കം പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹം ചുമതലയിൽ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അന്വേഷണത്തിന് അത് ബാധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയത്. അത് അദ്ദേഹം അംഗീകരിക്കാത്ത പക്ഷം അന്വേഷണം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ഇത്തരം വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. ഇനി അദ്ദേഹം ഈ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ ഇടപെടുന്നതോടുകൂടി ഇതിലൊരു കൂടുതൽ സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇന്ന് അദ്ദേഹം 1800-ലധികം ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. മാത്രമല്ല പെൻഡിംഗ് ആയി കിടക്കുന്ന പല ഫയലുകളും ഇന്ന് തീർപ്പാക്കി എന്നും അദ്ദേഹം നമ്മളോട് പങ്കുവച്ചിരുന്നു. അതായത് കൂടുതൽ കാര്യങ്ങൾ സമവായത്തിലേക്ക് ഇന്ന് മറ്റ് യുവജന സംഘടനകളോ വിദ്യാർത്ഥി സംഘടനകളോ ഇത്തരത്തിൽ പ്രക്ഷോഭവുമായി എത്തിയിട്ടില്ല. ഈ ഒരു പോലീസിന്റെ വലിയൊരു സന്നാഹം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇതിനു മുൻപുണ്ടായിരുന്ന പോലത്തെ ഒരു സംഘർഷാവസ്ഥ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നിന്നും മറിയുന്നു എന്നൊരു തരത്തിലേക്കുള്ള കാലാവസ്ഥ മാറുന്നു എന്നൊരു തരത്തിലേക്കുള്ള ഒരു ശുഭസൂചനയാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. റൈറ്റ്, ശുഭകരമായി അവസാനിക്കട്ടെ. ഈ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാതിരിക്കട്ടെ. സാരംഗാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇതിനിടെ 3 ആഴ്ചയ്ക്ക് ശേഷം വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി. കനത്ത പോലീസ് കാവലിലായിരുന്നു VCയുടെ ഓഫീസിലേക്കുള്ള വരവ്. ക്യാമ്പസിൽ കാലുകുത്തിക്കില്ല എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്ന SFI പക്ഷേ VCയെ തടയാനെത്തിയില്ല. ഒപ്പുകാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ബിരുദ സർട്ടിഫിക്കറ്റുകൾ
നിർണായക തീരുമാനങ്ങളുടെ ഫയലുകൾ ഇതിനിടയിലേക്കാണ് 3 ആഴ്ചയ്ക്ക് ശേഷം VC മോഹനൻ കുന്നുമ്മൽ എത്തിയത്. ഗവർണറുടെ നിർദ്ദേശപ്രകാരം കനത്ത സുരക്ഷ പോലീസ് ഒരുക്കി. പതിവ് പോലെ ഔദ്യോഗിക വാഹനത്തിൽ VC സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ അനിൽകുമാറും എത്തി. സമരച്ചൂട് VC അറിയിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്ന SFI കാര്യമായ പ്രതിഷേധത്തിന് തയ്യാറായില്ല. സർവകലാശാലകൾ സ്ഥിരം സംഘർഷവേദികളാകുന്നത് ഗുണം ചെയ്യില്ലെന്ന് CPM നേരത്തെ വിലയിരുത്തിയിരുന്നു. ഗവർണറുമായി ചർച്ചയുടെ വാതിലുകൾ സർക്കാരും തുറന്നിട്ടിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലനം തന്നെയായിരുന്നു SFIയുടെ പിന്മാറ്റവും. ഓഫീസിലെത്തിയ VC എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇനി നിർണായകം. അക്കാദമിക് കൌൺസിൽ അടുത്ത മാസം 14 ചേരാൻ മിനി കാപ്പൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമായി സഹകരിക്കില്ലെന്ന് ഇടതു സിൻഡിക്കേറ്റും വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കേരള സർവകലാശാല ആസ്ഥാനത്തെത്തിയതിന് പിന്നാലെ സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പുവെച്ച് VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ 1838 ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടുവെന്നും 145 അപേക്ഷകൾ പരിഗണിച്ചുവെന്നും VC പറഞ്ഞു. എന്നാൽ രജിസ്ട്രാർ KS അനിൽകുമാർ പരിശോധിച്ച ഒരു ഫയലിലും ഒപ്പുവയ്ക്കാൻ മോഹനൻ കുന്നുമ്മൽ തയ്യാറായില്ല. 20 ദിവസം VC ഉണ്ടായില്ലെന്ന് പറയുന്നത് കളവാണ്. വിദ്യാർത്ഥികൾ എന്ന വ്യാജേന ചിലർ അക്രമങ്ങൾ നടത്തിയ സാഹചര്യത്തിലാണ് സർവകലാശാലയിൽ എത്താതിരുന്നതെന്നും SFIയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് മോഹൻ കുന്നുമ്മൽ പറഞ്ഞു. ഞാനിന്ന് വന്നത് പ്രധാനമായിട്ടും കുട്ടികളുടെ വിഷയം കൈകാര്യം ചെയ്യാനാണ്. ഇപ്പോൾ ഈ നിമിഷം വരെ 1838 ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ട് കഴിഞ്ഞു. 1838. അതിൽ ഇന്നു മാത്രം വന്ന 145 അപേക്ഷകളുണ്ട്. അപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇനി ഒന്നും തന്നെ ഇവിടെ ഒപ്പിടാനില്ല. അതുകൂടാതെ PhDയുടെ പാനൽ, അങ്ങനെയുള്ള അത്യാവശ്യ ഫയലുകൾ എല്ലാം തന്നെ തീർന്നു. ഈ ടേബിൾ ഫ്രീ ആണ്. ഒരു ഫയലും എന്റെ മുമ്പിൽ ഇല്ല. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ 30-ാം തീയതിയാണ് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ വരികയും അന്നത്തെ എല്ലാ ഫയലുകൾ തീർക്കുകയും എല്ലാ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും അപ്രൂവ് ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കാലിക്കറ്റ് സർവകലാശാലയിലെ BA 3ാം സെമസ്റ്റർ പാഠ്യപദ്ധതിയിൽ നിന്നും റാപ്പർ വേടന്റെ പാട്ടും ഗായിക ഗൗരിലക്ഷ്മിയുടെ കഥകളി സംഗീതവും നീക്കില്ല. മലയാളം ബിരുദം പഠന ബോർഡ് അധ്യക്ഷൻ ഡോക്ടർ MS അജിത്താണ് ഇതറിയിച്ചത്. വേടന്റെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെ സംഘപരിവാർ നേതാക്കളടക്കം പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് സർവകലാശാല മലയാള വിഭാഗം മുൻ മേധാവി MM ബഷീർ അധ്യക്ഷനായിട്ടുള്ള സമിതിയെ വിഷയം പരിശോധിക്കാൻ VC നിയോഗിച്ചു. വേടന്റെ പാട്ട് ഉൾപ്പെടുത്തരുത് എന്നായിരുന്നു സമിതിയുടെ ശുപാർശ. ഇതിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും SFIയും രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് പാഠ്യപദ്ധതിയിൽ നിന്ന് വേടന്റെ പാട്ടുകൾ ഒഴിവാക്കുന്നില്ല എന്ന് മലയാളം പഠന ബോർഡ് അധ്യക്ഷൻ വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വലിയ തോതിൽ വിവാദമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആദ്യം ഉൾപ്പെടുത്തിയത്, പിന്നീട് ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള പ്രഖ്യാപനം. ഏറ്റവും ഒടുവിൽ എന്താണ്? വലിയ വിവാദങ്ങൾ തന്നെ സൃഷ്ടിച്ചിരുന്നു. വേടന്റെ പാട്ടുകൾ വിദ്യാർത്ഥികൾ പഠിക്കാനായി നിയോഗിച്ച ശേഷം പിന്നീട് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായത്. 5 പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് സർവകലാശാലയിലെ BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗം അനുരാജിന്റേതടക്കം 5 പരാതികൾ ചാൻസലർ കൂടിയായ ഗവർണർക്ക് ലഭിക്കുന്നു. ഗവർണർ ഈ പരാതികളിന്മേൽ ഉചിതമായ നടപടികൾ എടുക്കണം എന്ന് നിർദ്ദേശിച്ച് കാലിക്കറ്റ് സർവകലാശാല VCക്ക് അയക്കുകയും അദ്ദേഹം ഒരു പ്രത്യേക സമിതി അല്ലെങ്കിൽ ഒരു ഏകാംഗ വിദഗ്ധനെ ഡോക്ടർ MM ബഷീർ, അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാല മുൻ മലയാള വിഭാഗം മേധാവിയായിരുന്നു, അദ്ദേഹത്തെ നിയോഗിക്കുകയും കൃത്യമായൊരു റിപ്പോർട്ട് നൽകാൻ പറയുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സിലബസിൽ ഈ ഭാഗങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല എന്നൊരു നിഗമനത്തിലേക്ക് അത്തരമൊരു റിപ്പോർട്ട് ഡോക്ടർ MM ബഷീർ നൽകിയത്. കഥകളി ഈ ഭാഗം അതിനൊരു കാവ്യ ഗുണമില്ല, അല്ലെങ്കിൽ ജനപ്രിയ ശൈലിയോട് ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്രയോഗഭാഗങ്ങളോ ഒന്നുമില്ലാത്തതാണ്. ഒപ്പം ഇത് മൈക്കിൾ ജാക്സന്റെ പാട്ടിനോട് ചേർത്ത് പഠിക്കുമ്പോൾ അത് താരതമ്യ പഠനം ഈ ബിരുദ വിദ്യാർത്ഥികൾക്ക് വലിയ സങ്കീർണതകൾ സൃഷ്ടിക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഈ കണ്ടെത്തലുകളാണ് ഇപ്പോൾ പഠന ബോർഡ് പൂർണ്ണമായും തള്ളിയിരിക്കുന്നത്. ഈ തള്ളിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാഠഭാഗം ഉൾപ്പെടുത്താം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെ പല കോണുകളിൽ നിന്നും ഈ പാഠഭാഗം ഒഴിവാക്കാനുള്ള തീരുമാനത്തിനെതിരെ ഉയരുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പുതിയ തീരുമാനം എത്തിയിരിക്കുന്നത്. റൈറ്റ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.
മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ലൈവ് അറ്റ് 6 തുടരുകയാണ്. നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ആവുന്നതെല്ലാം ചെയ്യണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി. ആക്ഷൻ കൗൺസിൽ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. നിമിഷപ്രിയയുടെ മോചനത്തിൽ പ്രതീക്ഷ നൽകുന്ന നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത് എന്ന് ആക്ഷൻ കൗൺസിൽ പ്രതികരിച്ചു. There is already a stay in the execution of Ms. Nimshapriya. So from the petitioner side, we have made a request to the Honorable Supreme Court that we are intent to send a delegation to Yemen for the further negotiations. We means the petitioner organization, the representatives of petitioner organization as well as the representatives of this Kandapuram Abubakar Musliar, who is leading the blood money negotiations in Yemen. Two representatives from the petitioner organization and two representatives from the Marcus of Honorable this Kandapuram Abubakar Musliar. And today then the court agreed to that our submission, and court directed the union government, the government of India, to consider our request. MG മിഥുൻ കൂടുതൽ വിവരങ്ങൾ നൽകും. മിഥുൻ, ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നു എന്നാണല്ലോ കേന്ദ്ര സർക്കാർ കോടതി അറിയിച്ചത്. അപ്പോൾ എത്രമാത്രം പ്രതീക്ഷ വയ്ക്കാം? എൽദോ, അതായത് ഇന്ന് അവർ പ്രധാനമായും ഉന്നയിച്ച ഒരു ആവശ്യമെന്ന് പറയുന്ന ഒരു 6 നയതന്ത്ര സംഘത്തെ ഈ യമനിലേക്ക് അയക്കണമെന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു സുപ്രീം കോടതിയിൽ ഇന്ന് ആക്ഷൻ കൗൺസിൽ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്, അതായത് 2 പേർ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികളും ഒപ്പം തന്നെ 2 പേർ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന്റെ പ്രതിനിധികളും 2 പേർ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥരും ആണ് എന്നുള്ളതായിരുന്നു ഇവർ ചൂണ്ടിക്കാണിച്ചത്. അതിന്റെ ചില പേരുകൾ കൂടി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളായ സുപ്രീം കോടതി അഭിഭാഷകൻ, കൗൺസിലിന്റെ നിയമോപദേശകനുമായ
നേതാവുമായിട്ടുള്ള ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രേക്ഷകർ കേട്ട അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, ഒപ്പം തന്നെ കൗൺസിൽ ട്രഷറർ കുഞ്ഞഹമ്മദ് കുരാച്ചുണ്ട്, മറ്റൊന്ന് മുസ്ലിം പണ്ഡിതനായിട്ടുള്ള അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി, യമനുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഹാമിദ് എന്നിവരുടെയും പേരുകളാണ് ഈ 4 പേർ. മറ്റ് 2 പേർ ഈ വിദേശകാര്യ മന്ത്രാലയം തീരുമാനിക്കുന്ന 2 പേർ, അങ്ങനെ 6 പേരെ യമനിലേക്ക് അയക്കാനുള്ള ഒരു നിർദ്ദേശം സുപ്രീം കോടതി ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നുള്ളതായിരുന്നു ഇന്ന് പ്രധാനമായും അവർ ഈ ഹർജി പരിഗണിക്കവേ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അതിൽ കോടതി പറഞ്ഞത് ചെയ്യാനാവുന്നത് എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്യണം, വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം ചെയ്തു നൽകണം, ഈ കാര്യങ്ങൾ അത് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചുകൊണ്ട് അതിനൊരു അനുകൂല നടപടി സ്വീകരിക്കൂ എന്നുള്ളതായിരുന്നു കോടതി ഇന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തത്. സ്വാഭാവികമായും അവർ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു അനുമതി ലഭിക്കുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഈ സംഘം അവിടെ പോയി വീണ്ടും ഒരു തരത്തിലുള്ള ചർച്ചകൾ കൂടി നടത്താനുള്ള സാധ്യതയാണ്. കാരണം ഇപ്പോഴും ഈ തലാലിന്റെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുകൂല നിലപാടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ദിയാദാനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ അടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നകരമായിട്ടുള്ള കാര്യം. അവരെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലായി നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അതിനൊന്നും അവർ അടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ കേസ് ഇപ്പോൾ സുപ്രീം കോടതി അടുത്ത മാസം ഓഗസ്റ്റ് 14 പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്. മറ്റൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ ശിക്ഷാവിധി ഈ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു നടപ്പാക്കേണ്ടിയിരുന്നത്. അത് പിന്നീട് മാറ്റിവെച്ചിരുന്നു. അത് ഇനി എന്ന് നടപ്പാക്കുമെന്നത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് ഇതുവരെയും പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ലഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ഈ കേന്ദ്ര സംഘത്തെ, ഈ ഒരു നയതന്ത്ര സംഘത്തെ യമനിലേക്ക് അയച്ചാൽ അതൊരു പക്ഷേ ഈ യമൻ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി കൂടുതൽ ചർച്ച നടത്തുന്നതിനും കൂടുതൽ നടപടികളിലേക്ക് പോകാനും ഒക്കെ അത് സ്വീകാര്യമാകുമെന്ന് തന്നെയാണ് ഇവർ കരുതുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള അനുമതിക്കാണ് ഇനി കാത്തിരിക്കുന്നത്. സ്വാഭാവികമായും കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിയേക്കും. ഒരുപക്ഷേ ഈ കാര്യത്തിൽ ഒരു സമിതി അല്ലെങ്കിൽ ഒരു സംഘത്തെ അങ്ങോട്ടേക്ക് അയക്കാൻ വേണ്ടിയുള്ള തീരുമാനം വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഒരു വ്യക്തത നേരത്തെ വരുത്തിയില്ലായിരുന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ ഇന്നത് എതിർത്തില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയാണ്. ഓരോ മണിക്കൂറുകളും നിമിഷപ്രിയയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ സൂചിപ്പിച്ചതുപോലെ എന്തായാലും വളരെ കഠിന പ്രയത്നം തന്നെ നടത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ. അതിൽ എല്ലാ കോണിൽ നിന്നുള്ള ഇടപെടലാണ് ആവശ്യപ്പെടുന്നത് ആക്ഷൻ കൗൺസിൽ. ഇന്ന് കോടതി അക്കാര്യമാണ് അറിയിച്ചതും. ആക്ഷൻ കൗൺസിലിൻ്റെ അഭിഭാഷകനാണ് സുഭാഷ് ചന്ദ്രൻ നേരത്തെ ഡൽഹിയിൽ പ്രതികരിച്ചത്. ഒരിക്കൽ കൂടി ഇന്ന് അറ്റോർണി ജനറൽ ഈ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളൊരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു 3 ആഴ്ചത്തെ കേസ് നീട്ടിവെക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് രാവിലെ മെൻഷൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആവശ്യത്തെ ഞങ്ങൾ എതിർത്തതൊന്നുമില്ല. അതേസമയം ഞങ്ങൾ ഞങ്ങളുടേതായിട്ടൊരു ആവശ്യമാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇന്ന് കോടതി മുമ്പാകെ വെച്ചത്. അത് ചർച്ചകൾക്കായി ഇപ്പോൾ ചർച്ചകൾ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെയും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സമാന്തരമായി നടക്കുന്നുണ്ട്. സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. കോടതി നിർദ്ദേശത്തെ വെല്ലുവിളിച്ച് ADGP MR അജിത് കുമാർ ശബരിമലയിലേക്ക് നടത്തിയ ട്രാക്ടർ യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്ത്. CCTVയിൽ പെടാതെ അജിത് കുമാർ നടത്തിയ യാത്ര ദേവസ്വം ബോർഡ് സ്വാമി അയ്യപ്പൻ റോഡിൽ സ്ഥാപിച്ച ക്യാമറയിലാണ് കുടുങ്ങിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നിയമവിരുദ്ധ യാത്ര ദേവസ്വം ബോർഡ് തന്നെ സ്ഥിരീകരിച്ചതോടെ തിങ്കളാഴ്ച കോടതി കേസ് പരിഗണിക്കുമ്പോൾ നിർണായക നീക്കങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത. പമ്പയിൽ ഔദ്യോഗിക വാഹനത്തിലെത്തി സ്വാമി അയ്യപ്പൻ റോഡിലൂടെ കുറച്ചു ദൂരം നടന്ന് CCTVയില്ലെന്ന് ഉറപ്പാക്കി അജിത് കുമാറും സംഘവും ട്രാക്ടർ യാത്ര ആരംഭിച്ചു. തിരുവല്ലയിൽ നിന്നെത്തിയ പോലീസ് ഡ്രൈവറും മറ്റു 2 പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. 5 കിലോമീറ്ററോളം ദൂരമുള്ള സ്വാമി അയ്യപ്പൻ റോഡിൽ പക്ഷേ ആദ്യ വളവിന് സമീപത്തായി ദേവസ്വം ബോർഡ് സ്ഥാപിച്ച CCTVയിൽ അജിത് കുമാർ കുടുങ്ങി. മങ്കി ക്യാപ്പ് ധരിച്ചിരിക്കുന്ന അജിത് കുമാർ ദൃശ്യങ്ങളിൽ വ്യക്തം. അജിത് കുമാറിന്റെ യാത്ര ശ്രദ്ധയിൽപ്പെട്ട ഒരു തീർത്ഥാടകൻ ചിത്രമടക്കം നൽകിയ പരാതിയാണ് കോടതി വരെ എത്തിച്ചിരിക്കുന്നത്. ADGPക്ക് പിഴവ് പറ്റിയെന്ന് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. തിങ്കളാഴ്ച വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന വിഷയത്തിൽ കടുത്ത നിലപാടുണ്ടാവാനാണ് സാധ്യത. തുടർച്ചയായി വിവാദത്തിൽപ്പെടുന്ന ഉദ്യോഗസ്ഥനിനി സർക്കാർ സംരക്ഷണമൊരുക്കുന്നതും വെല്ലുവിളിയാണ്. പൂരം കലക്കൽ വിവാദത്തിൽ പ്രതിക്കൂട്ടിലായ ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ മൊഴിയാണ് മന്ത്രി K. രാജൻ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. പിന്നാലെ ട്രാക്ടർ യാത്രാ വിവാദവും. അജിത് കുമാറിനെ കാത്തിരിക്കുന്നത് കടുത്ത വെല്ലുവിളിയാണ്.
ന്യൂസ് 18 പത്തനംതിട്ട. കണ്ണൂർ പയ്യാമ്പലത്ത് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം മാറ്റിയതിൽ വിവാദം. ഉമ്മൻചാണ്ടി നവീകരണോദ്ഘാടനം നിർവഹിച്ച പാർക്ക് വീണ്ടും നവീകരിച്ച ശേഷം ടൂറിസം മന്ത്രിയുടെ ക്രെഡിറ്റിലാക്കി എന്നാണ് ആക്ഷേപം. ഫലകം വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് പഴയത് മാറ്റിയത് എന്നാണ് വിശദീകരണം. സംഭവത്തിൽ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തി. പിന്നാലെ വിശദീകരണവുമായി മന്ത്രി PA മുഹമ്മദ് റിയാസും എത്തി. ഫലകം മാറ്റിയതിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കല്ലിളക്കി മാറ്റുന്നത് തങ്ങളുടെ സംസ്കാരമല്ല. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. രാവിലെ പത്രത്തിൽ വായിച്ച് കണ്ടു. അപ്പോൾ തന്നെ അതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണെന്നുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. എന്തായാലും നമ്മളാരും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രവൃത്തി നടത്തുമെന്ന് പൊതുവെ കരുതുന്നില്ല നിങ്ങളെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നാലിത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വാർത്ത കൊടുക്കാവുന്നതായിരുന്നു നല്ലത്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും വാർത്ത വന്നല്ലോ. എന്താണെന്നുള്ള പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രസംഗത്തിനും ചിന്തയ്ക്കുമല്ല ജനങ്ങളുടെ വികാരമറിഞ്ഞുള്ള പ്രവൃത്തിക്കാണ് പ്രസക്തിയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ജീവിതത്തിൽ പലതും കാണിച്ചു തന്ന ഗുരുവാണ് ഉമ്മൻചാണ്ടിയെന്നും രണ്ടാം അനുസ്മരണ ദിനത്തിൽ രാഹുൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെയും രമേശ് ചെന്നിത്തലയും പുകഴ്ത്തി പറഞ്ഞായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രസംഗം. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ വൈകാരിക തലത്തിൽ നിലനിർത്തിക്കൊണ്ടായിരുന്നു രണ്ടാം ഓർമ്മ ദിനത്തിലെ അനുസ്മരണ സമ്മേളനം. രാഷ്ട്രീയ നേതാക്കൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സ്വന്തം അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. തന്റെ മുന്നിൽ പല പുതിയ കോൺഗ്രസ് നേതാക്കളും എത്തി വാചാലമായി സംസാരിക്കാറുണ്ട്. അവരുടെ പ്രവൃത്തിയും ചിന്തയും ഒന്നാണോ എന്ന് മനസ്സിലാക്കാൻ തനിക്ക് വേഗത്തിൽ കഴിയാറുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ് യഥാർത്ഥ രാഷ്ട്രീയ നേതാവ്. അത്തരം കാര്യങ്ങളിൽ ഉമ്മൻചാണ്ടിയാണ് തന്റെ ഗുരു. In my 21 years of political life, one of the masters of politics of feeling was Ummenchandi ji. I literally saw him. And maybe a lot of people in Kerala will not understand this because they did not see him from inside. I literally saw him kill himself for the people of Kerala. UDF നേതാക്കളും മതമേലധ്യക്ഷന്മാരും നിറഞ്ഞുനിന്ന വേദിയിലാണ് സമ്മേളനം നടന്നത്. വേദിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും പുകഴ്ത്തിയായിരുന്നു പുതുപ്പള്ളി MLA കൂടിയായ ചാണ്ടി ഉമ്മന്റെ പ്രസംഗം. കേരളത്തിലെ അസംബ്ലിയിൽ പാവപ്പെട്ടവന്റെ ശബ്ദം എന്നും അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമായി മാറിയിരിക്കുന്ന ശ്രീ VD സതീശൻ അധാർമികമായ ഒരാരോടും പോലും തനിക്ക് എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധം പോലും ഉപയോഗിക്കാത്ത ഉമ്മൻചാണ്ടിയെ പോലെ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് നേരെ പല ആയുധങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരിക്കലും ഒരു അധാർമികമായ ആരോപണം പോലും ഉന്നയിച്ചിട്ടില്ല. ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ ഒരാളെ പോലും അധാർമികമായി ആരോപണം ഉന്നയിക്കാത്ത പ്രിയങ്കരനായ VD സതീശനെയും പുതുപ്പള്ളിയിലേക്ക് പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തല. പതിറ്റാണ്ടുകൾ എന്റെ പിതാവിനോടൊപ്പം നടന്ന് നീങ്ങി ഇവിടുത്തെ ജനതയെ ചേർത്ത് പിടിച്ച കേരളത്തിന്റെ മഹാനായ നേതാവ്. ആ നേതാവ് ഇവിടെ വരുമ്പോൾ എന്റെ പിതാവിന്റെ പ്രവർത്തന ശൈലി, അതേ ചാതുര്യം, അതേ വിസ്മയമാണ് എന്നെ ഓർപ്പിക്കുന്നത്. ആദരണീയനായ കേരളത്തിന്റെ പ്രിയപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തലയെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. രാവിലെ കല്ലറയിലെത്തി പ്രാർത്ഥന നടത്തിയ ശേഷമാണ് രാഹുൽ ഗാന്ധി വേദിയിലെത്തിയത്. ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച 12ഓളം വീടുകളുടെ താക്കോൽദാനം രാഹുൽ ഗാന്ധി നിർവഹിച്ചു. ശ്രവണശക്തിയില്ലാത്ത കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയുള്ള KPCCയുടെ സ്മൃതി തരംഗം പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 കോട്ടയം. മഞ്ചേരി മെഡിക്കൽ കോളേജിനൊപ്പമുള്ള ജനറൽ ഹോസ്പിറ്റൽ താനൂരിലേക്ക് മാറ്റാനുള്ള മന്ത്രി V അബ്ദുറഹ്മാന്റെ നീക്കങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ്. മഞ്ചേരിയിൽ നിന്നും താനൂരിലേക്ക് ജനറൽ ആശുപത്രി മാറ്റാനുള്ള നീക്കങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന് ലീഗ് ആരോപിച്ചു. മഞ്ചേരിയിൽ നിന്ന് മാറ്റാതെ താനൂരിൽ മറ്റൊന്നു കൊണ്ടുവരാനാകില്ലേ എന്നും മഞ്ചേരി MLA UA ലത്തീഫ് ചോദിക്കുന്നു. മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായപ്പോൾ തന്നെ ജനറൽ ഹോസ്പിറ്റൽ ഇല്ലാതായെന്നും താനൂരിന് ജനറൽ ഹോസ്പിറ്റൽ ആവശ്യമാണെന്നും ഒരു ജില്ലയിൽ 2 ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടാകില്ല എന്നുമാണ് CPM നിലപാട്. 2014 ഉമ്മൻചാണ്ടി സർക്കാരാണ് മഞ്ചേരി ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി ഉയർത്തിയത്. ജനറൽ ആശുപത്രി DHSന്റെ കീഴിലും മെഡിക്കൽ കോളേജ് DMEയുടെ കീഴിലുമാണ് പ്രവർത്തിക്കുന്നത്. ഇത് രണ്ടും രണ്ടാക്കണമെന്ന ആവശ്യം ഏറെക്കാലമായി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ നീക്കങ്ങൾ പ്രസക്തമാകുന്നത്. 2014 മെഡിക്കൽ കോളേജ് നിലവിൽ വന്ന സാഹചര്യത്തിൽ ജനറൽ ആശുപത്രി ഇല്ലാതായെന്നും
മെഡിക്കൽ കോളേജിലെ OP സംവിധാനവും മഞ്ചേരി നഗരസഭയിലെ 6 UPSC അഥവാ നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാണെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. തീരദേശ മണ്ഡലമായ താനൂരിൽ മികച്ച ആശുപത്രിയുടെ അഭാവമുണ്ടെന്നും ജനറൽ ആശുപത്രി ഇവിടെ അനിവാര്യമാണെന്നും ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നു. താനൂർ MLA കൂടിയായ മന്ത്രി V. അബ്ദുറഹ്മാൻ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിവേദനം സമർപ്പിച്ചത്. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ച യോഗം മുസ്ലിം ലീഗിന്റെ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിയെങ്കിലും ആലോചന ആരോഗ്യവകുപ്പ് ഉപേക്ഷിച്ചിട്ടില്ല. തികച്ചും രാഷ്ട്രീയമായ നീക്കമായാണ് മുസ്ലിം ലീഗ് ഇതിനെ കാണുന്നത്. ഇതുവരെ ഇല്ലാത്തൊരാവശ്യം ഇപ്പോൾ ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മുടെ മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ അദ്ദേഹം അവിടെ പരാജയപ്പെടുമെന്നൊരു തോന്നലുണ്ടായപ്പോൾ ജനങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണിത്. അല്ലെങ്കിൽ ചോദിക്കട്ടെ, അദ്ദേഹം മന്ത്രിയല്ലെന്നോ? അതുപോലെ 10 കൊല്ലം ഇവിടെ ഭരിച്ചത് LDF അല്ലേ? എന്താണ് അദ്ദേഹത്തിന് താലൂക്ക് ആശുപത്രി ഒന്ന് ഉയർത്തിയാൽ ജില്ലാ ആശുപത്രിയോ അല്ലെങ്കിൽ ജനറൽ ആശുപത്രി ആക്കിക്കൂടെ? ഇത്ര പ്രയാസമില്ലല്ലോ. അത് ചെയ്യാതെ ഇതന്നെ കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കാത്തതാണ്. അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റണ്ടാണെന്നല്ലാതെ ഒരു ആത്മാർത്ഥതയില്ല. എന്നാൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരു മേഖലയ്ക്ക് മാത്രം അവകാശപ്പെട്ടതല്ലെന്നും താനൂരിൽ ജനറൽ ആശുപത്രി അനിവാര്യമാണെന്നും CPM വിശദീകരിക്കുന്നു. ജനറൽ ആശുപത്രി എങ്ങോട്ടാന്നുള്ളത് അത് ഗവൺമെന്റ് തീരുമാനിക്കട്ടെ. എന്താണ് ചെയ്യേണ്ടത്, അതിന്റെ നിലക്കണ അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഇവരൊക്കെ എല്ലാവരും കൂടി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. അത് നിൽക്കുന്ന കാര്യമല്ലല്ലോ, അങ്ങനെയൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുമാണ്, പ്രയാസങ്ങളാണ്. ഒരുപാട് പോസ്റ്റ് ക്രിയേഷനും മറ്റു പ്രശ്നങ്ങളൊക്കെ ഒതുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിലവിലിപ്പോൾ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ താനൂരിൽ ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. സ്ഥലപരിമിതിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ജനറൽ ആശുപത്രി ഇവിടെ നിലനിർത്തി മെഡിക്കൽ കോളേജ് മഞ്ചേരിയുടെ പരിസര പ്രദേശത്തേക്ക് മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ്. താനൂർ തീരദേശ മേഖലയ്ക്ക് മികച്ച ആതുര സേവന സംവിധാനം അനിവാര്യമാണെന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായമില്ലെങ്കിലും 3 ജില്ലകളിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന മഞ്ചേരിയിലെ ചികിത്സാ സൗകര്യങ്ങൾ വെട്ടിക്കുറച്ചിട്ട് വേണോ അതെന്ന ചോദ്യമാണ് ഉയരുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ വിവാദങ്ങൾക്ക് രാഷ്ട്രീയമാനവും ഏറെയാണ്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. നടൻ നിവിൻ പോളിയുടെ വിശദീകരണം തള്ളി നിർമ്മാതാവ് ഷംനാസ് ന്യൂസ് 18നോട് പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട് മുൻപ് കേസ് നൽകിയിരുന്നില്ല. കോടതി നിർദ്ദേശപ്രകാരമുള്ള മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന നിവിന്റെ വാദം തെറ്റാണെന്നും ഷംനാസ് പറയുന്നു. സിനിമയുടെ പകർപ്പവകാശം തന്റെ അനുമതിയില്ലാതെ വിദേശ കമ്പനിക്ക് 5 കോടി രൂപയ്ക്ക് വിറ്റ് 2 കോടി രൂപ നിവിനും എബ്രിഡ് ഷൈനും വാങ്ങിയെന്നാണ് പരാതി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ നിവിൻ പോളി സമൂഹ മാധ്യമങ്ങളിൽ നൽകിയിരിക്കുന്ന പ്രതികരണം തീർത്തും വസ്തുതാ വിരുദ്ധമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് ഒരു ആർബിട്രേറ്ററെ നിയോഗിക്കുന്നതിന് വേണ്ട യാതൊരു നിയമ നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ നിലവിൽ 2 സിവിൽ കേസ് ഇവർ ഫയൽ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഞാൻ പോളി ജൂനിയറിന്റെ ഓഫീസിൽ കയറരുത് എന്ന് പറഞ്ഞിട്ട് നിവിന്റെ വൈഫിന്റെ പേരിൽ ഒരു ഇഞ്ചക്ഷൻ സൂട്ട് ഫയൽ ചെയ്ത് സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ നിവിനും ഞാനും എബ്രിഡ് ഷൈനും തമ്മിലുള്ള ഒരു പഴയ കരാറിൽ ഉള്ള വ്യവസ്ഥകൾ പുറത്ത് പറയരുതെന്ന് പറഞ്ഞിട്ട് ഒരു സിവിൽ കേസ് കൂടിയാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഈ വിഷയം പരിഹരിക്കുന്നതിന് ആവശ്യമായ ഒരു ആർബിട്രേറ്ററെ നിയോഗിച്ച് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞ് യാതൊരുവിധ നിയമ നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നൽകും. നവമി, ഇപ്പോൾ ഷംനാസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ അത്തരത്തിലൊരു നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിവിൻ പറയുന്നതിനെ ഖണ്ഡിക്കുകയാണല്ലോ. അതെ, ഇന്നലെ ആയിരുന്നു എൽദോ ഇത്തരത്തിൽ നിവിൻ പോളിക്കെതിരായിട്ടുള്ള പരാതിയുമായി ഷംനാസ് രംഗത്തെത്തിയത്. ഇതിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് തലയോലപ്പറമ്പ് പോലീസ് നിവിൻ പോളിക്കും എബ്രിഡ് ഷൈനുമെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനുശേഷം നിവിൻ പോളിയുടെ ഒരു വിശദീകരണം, അത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു അദ്ദേഹം വിശദീകരണം ഇട്ടത്. പറയുന്നത് പ്രകാരം കോടതിയുടെ നിർദ്ദേശത്തിൽ അല്ലെങ്കിൽ കോടതിയുടെ മധ്യസ്ഥതയിൽ ഈ കേസ് മുന്നോട്ട് പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു പറയരുതെന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഇത് ലംഘിച്ചുകൊണ്ടാണ് നിർമ്മാതാവായിട്ടുള്ള ഷംനാസ് വീണ്ടും പരാതിയുമായി എത്തുകയും മാധ്യമങ്ങളെ കാണുകയും ഒക്കെ ചെയ്തതെന്നായിരുന്നു നിവിൻ പോളിയുടെ ഇന്നലത്തെ വിശദീകരണം. അതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഷംനാസ് ന്യൂസ് 18നോട് വീണ്ടും പ്രതികരിച്ചത്. ഷംനാസ് പറയുന്നത് പ്രകാരം ഇങ്ങനെ ഒരു കേസ്, അതായത് നിവിൻ പോളിക്കും എബ്രിഡ് ഷൈനുമെതിരെ കേസ് നൽകുന്നത് ആദ്യമായിട്ടാണ്. കോടതിയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ളൊരു മധ്യസ്ഥ ചർച്ചകളൊന്നും തന്നെ നടക്കുന്നില്ല. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് നിവിൻ പോളി ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയതെന്ന് കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. 2 കേസുകളുണ്ട്, അത് രണ്ടും സിവിൽ കേസാണ്. അതൊന്ന് ഈ നിവിൻ പോളിയുടെ ഓഫീസിലേക്ക് താൻ കയറരുതെന്ന് പറഞ്ഞുകൊണ്ട് നിവിൻ പോളിയുടെ ഭാര്യ നൽകിയ പരാതിയും, മറ്റൊന്ന് എബ്രിഡ് ഷൈനും നിവിൻ പോളിയും ഈ നിർമ്മാതാവായിട്ടുള്ള ഷംനാസും ഇവർ 3 പേരും നടത്തുന്ന ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, ചില ധാരണകളുണ്ട്, അത് പുറത്തു പറയരുത്. അങ്ങനെ 2
സിവിൽ കേസുകൾ മാത്രമാണ് നിലനിൽക്കുന്നത്. അല്ലാതെ നിവിൻ പോളി പറയുന്നത് പോലെ ഈ കേസുമായി ബന്ധപ്പെട്ട, അതായത് ഈ സിനിമയുടെ പകർപ്പവകാശം, വിതരണാവകാശം വിദേശ കമ്പനിക്ക് നൽകി എന്നതുമായി ബന്ധപ്പെട്ട് പരാതികളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിവിൻ പോളി പറയുന്നത് തെറ്റായ കാര്യമാണ്. ഈ വിദേശ കമ്പനിക്ക് 5 കോടി രൂപ ഈ ധാരണയാക്കി അതിൽ 2 കോടി രൂപയാണ് നിവിൻ പോളിയും എബ്രഡ് ഷൈനും വാങ്ങിയത് എന്നുകൂടിയാണ് ഈ നിർമ്മാതാവ് കൂടിയായിട്ടുള്ള വ്യക്തി പറയുന്നത്. എന്തായാലും ഇതിന് എന്തായിരിക്കും നിവിൻ പോളി ഈ തുടർന്ന് പറയാൻ പോകുന്നത്, എന്താണ് ഇതിൽ നിവിൻ പോളിക്ക് വിശദീകരിക്കാനുള്ളത് എന്നുകൂടിയാണ് അറിയേണ്ടത്. എന്തായാലും വഞ്ചനാ കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നടൻ നിവിൻ പോളിക്കും ഒപ്പം സംവിധായകൻ എബ്രഡ് ഷൈനുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. റൈറ്റ്, വീണ്ടും ഷംനാസ് രംഗത്തെത്തിയിരിക്കുകയാണ്. നിവിൻ പോളി പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഷംനാസിന്റെ വാദം. ന്യൂസ് 18നോടാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഷംനാസ്. നവമി ദിനേശാണ് കൊച്ചിയിലും ചേർന്നത്. RLV രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നൽകിയ അപകീർത്തി കേസ് ഹൈക്കോടതി റദ്ദാക്കി. 2018 തിരുവനന്തപുരം കോടതിയിൽ നൽകിയ അപകീർത്തി കേസാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഗൾഫിൽ നടന്ന ഒരു നൃത്ത മത്സരത്തിന്റെ വിധി നിർണയത്തെ ചൊല്ലി ഇരുവരും നടത്തിയ ടെലിഫോൺ സംഭാഷണം സമൂഹമാധ്യമങ്ങളിൽ അടക്കം പുറത്തുവിട്ടതിനെതിരെ ആയിരുന്നു സത്യഭാമയുടെ കേസ്. അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരനും കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മലയാളി ഭരതനാട്യ അധ്യാപകനുമാണ് RLV രാമകൃഷ്ണൻ. ധർമ്മസ്ഥല കൊലപാതക പരമ്പരയിലെ ഏകസാക്ഷിയായ ശുചീകരണ തൊഴിലാളിയുടെ രഹസ്യമൊഴി പുറത്ത്. കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തായതിനു പിന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെന്നാണ് ആരോപണം. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. ജൂലൈ 14 ബെൽത്തങ്ങാടി കോടതിയിലാണ് ധർമ്മസ്ഥല കൊലപാതക പരമ്പരയിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഇതിനു പിന്നാലെ രഹസ്യമൊഴിയിലെ വിവരങ്ങളും പുറത്തുവന്നു. കേസിൽ ഉൾപ്പെട്ട പ്രമുഖർ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം, പരാതിക്കാരനെ തിരിച്ചറിയാൻ കഴിയുന്നതുൾപ്പെടെയുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തായത്. ഇതിനു പിന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെന്നാണ് ആരോപണം. കേസിലെ ഏക സാക്ഷിയാണ് ശുചീകരണ തൊഴിലാളി. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, കർണാടക മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ജീവൻ അപകടത്തിൽപ്പെട്ടാൽ ധർമ്മസ്ഥല പോലീസായിരിക്കും ഉത്തരവാദിയെന്നും അഭിഭാഷകരായ ധീരജ് എസ്, അനന്യ ഗൌഡ എന്നിവർ മുഖേന നൽകിയ പരാതിയിൽ ശുചീകരണ തൊഴിലാളി പറയുന്നു. അതേസമയം മൃതദേഹം കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ സ്ഥലം മണ്ണ് നീക്കി പരിശോധിക്കാൻ അന്വേഷണ സംഘം ഇതുവരെ തയ്യാറായിട്ടില്ല. പരാതിക്കാരനും കുടുംബത്തിനും സുരക്ഷ നൽകണമെന്ന് കോടതി ഉത്തരവും നടപ്പിലായില്ല. ന്യൂസ് 18 കാസർഗോഡ്. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴയുണ്ടാകും. ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. കനത്ത മഴ അടുത്ത 2 ദിവസം കൂടി തുടരും. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. തിരുവനന്തപുരം വെട്ടുകാട് സ്വദേശി അനിലിനെയാണ് കാണാതായത്. രാവിലെ മത്സ്യബന്ധനത്തിനായി പുറപ്പെടുമ്പോഴായിരുന്നു അപകടം. 5 പേരാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത്. മറ്റുള്ളവർ നീന്തി രക്ഷപ്പെട്ടു. ആദ്യം ശക്തമായ തിരയിൽ വള്ളത്തിൻ്റെ എൻജിൻ ഓഫ് ആയിപ്പോയെങ്കിലും തുടർന്ന് സ്റ്റാർട്ട് ചെയ്ത് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും കൂറ്റൻ തിരമാല അടിച്ച് വള്ളം മറിയുകയായിരുന്നു. പാലക്കാട് വാടാനംകുറിശ്ശിയിൽ യുവാവ് മുങ്ങി മരിച്ചു. വാടാനംകുറിശ്ശി സ്വദേശി മുഹമ്മദ് ഹാഷിമാണ് മരിച്ചത്. 5 സുഹൃത്തുക്കൾ പാടശേഖരത്തിൽ കുളിക്കാൻ ഇറങ്ങുകയും ഇതിൽ 4 പേർ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയുമായിരുന്നു. 3 പേരെ രക്ഷിച്ചെങ്കിലും ഹാഷിമിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിയാണ് ഹാഷിം. മലപ്പുറം കൊണ്ടോട്ടിയിൽ ഗ്രഹനാഥന്റെ ജീവൻ പൊലിഞ്ഞത് KSEBയുടെ ഗുരുതര അനാസ്ഥ കാരണമെന്ന ആരോപണം. കൊണ്ടോട്ടി നീരാട് സ്വദേശി മുഹമ്മദ് ഷായാണ് പൊട്ടി വീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നീരാട് മുണ്ടക്കുളം KSEB ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് മുഹമ്മദ് ഷാ പറമ്പിൽ പണിയെടുക്കുന്നതിനിടെ ഷോക്കേറ്റ് മരിച്ചത്. അതിന് മുൻപുള്ള രാത്രി മുഹമ്മദ് ഷായുടെ പറമ്പിലൂടെ കടന്നുപോകുന്ന വൈദ്യുത കമ്പി പൊട്ടി വീണിരുന്നു. ഇതിൽ നിന്ന് ഷോക്കേറ്റായിരുന്നു മരണം. വൈദ്യുത കമ്പി പൊട്ടി വീണത് അറിയിച്ചിട്ടും KSEB നടപടിയെടുത്തില്ലെന്നാണ് കുടുംബാംഗങ്ങളുടെ പരാതി. ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ KSEB മുണ്ടക്കുളം സെക്ഷനിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത്.
ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവച്ചു. പ്രതിഷേധത്തിനൊടുവിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. മുഹമ്മദ് ഷായുടെ കുടുംബത്തിന് സഹായധനമായി 10 ലക്ഷം രൂപ നൽകുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചതായി MLA TV ഇബ്രാഹിം പറഞ്ഞു. ന്യൂസ് 18 മലപ്പുറം. ഇടുക്കി കാമാക്ഷി പഞ്ചായത്ത് റോഡ് വക്കിൽ നിർമ്മിച്ച കമാനം അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന് നാട്ടുകാർ. 11 kV വൈദ്യുതി ലൈനിനോട് ചേർന്ന് കമാനം സ്ഥാപിക്കുമ്പോൾ തന്നെ നാട്ടുകാർ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതർ പരിഗണിച്ചില്ല എന്നും ദുരന്തങ്ങൾ വിളിച്ചു വരുത്താതെ കമാനം പൊളിച്ചു മാറ്റണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി കാമാക്ഷി പഞ്ചായത്ത് തങ്കമണി ടൗൺ മോടി പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതുതായി കമാനം സ്ഥാപിച്ചത്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇപ്പോഴും നടന്നുപോകുന്ന വഴിയിലാണ് കമാനം നിർമ്മിച്ചത്. ഇരുമ്പ് കേഡറിൽ പണിതുയർത്തിയ കമാനം 11 kV വൈദ്യുതി ലൈനോട് ചേർന്ന് കടന്നുപോകുന്നത് വലിയ അപകട ഭീഷണി ഉയർത്തുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. വലിയ അപകടം ഉണ്ടാക്കാൻ വേണ്ടി അത് നിർമ്മിക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ പഞ്ചായത്ത് കമ്മിറ്റിയോട് പറഞ്ഞതാണ് അതുണ്ടാവരുത്, അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. നിരവധി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു പ്രശ്നം, നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന ഒരു പ്രശ്നം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓർഡറുണ്ട്, റോഡ് മറഞ്ഞു വരുന്ന ആളുകൾക്ക് കാഴ്ച വരുന്ന രീതിയിൽ, റോഡ് വരുന്ന രീതിയിൽ കട്ടൗട്ടർ വെക്കാൻ പാടില്ല, രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ പോലും വെക്കാൻ പാടില്ല. അപ്പോഴാണ് ഇതൊക്കെ പാലിക്കേണ്ട പഞ്ചായത്ത്. അതങ്ങനെ നിയമലംഘനം ഉണ്ടായാൽ ഹൈക്കോടതി നിയമം പാലിക്കേണ്ട ബാധ്യതയുള്ള പഞ്ചായത്ത് റോഡിൽ കൊണ്ടുപോയി കമാനം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. 5 ലക്ഷം രൂപ വീതം ചെലവഴിച്ച് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കമാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ തങ്കമണി ടൗണിൽ കമാനത്തിന്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ നാട്ടുകാർ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടിയിരുന്നു. വൈദ്യുതി ലൈനിനോട് ചേർന്നുള്ള അശ്രദ്ധമായ നിർമ്മാണങ്ങൾ വലിയ അപകടങ്ങൾക്ക് ഇടയാക്കുമെന്ന നിരവധി സംഭവങ്ങൾ പുറത്തുവരുമ്പോഴാണ് പഞ്ചായത്തിന്റെ ഈ പ്രവൃത്തി. ക്രമവിരുദ്ധമായ നിർമ്മാണങ്ങൾ തടയാൻ ബാധ്യതയുള്ള കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് തന്നെ നാട്ടുകാർക്ക് ഭീഷണിയുമായി ഇത്തരത്തിലുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. അടിയന്തരമായി കമാനം പൊളിച്ചുമാറ്റി അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. രാജ്യത്തെ കോർപ്പറേറ്റ് മേഖലയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു കൊച്ചി സ്വദേശി അന്ന സെബാസ്റ്റ്യന്റെ മരണം. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റായിട്ടുള്ള അന്ന സെബാസ്റ്റ്യൻ കഴിഞ്ഞ ജൂലൈയിലാണ് താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിച്ചത്. ജോലിക്ക് കയറി 4 മാസം തികയുന്നതിന് മുൻപേയായിരുന്നു മരണം. അമിത ജോലി ഭാരത്തെ തുടർന്നാണ് മകൾ മരിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മറ്റൊരു വാർത്തയിലേക്ക്. ഇടുക്കി ബൈസൺ വാലി സർക്കാർ സ്കൂളിൽ സഹപാഠികൾക്ക് നേരെ പെപ്പർ സ്പ്രേ പ്രയോഗം. 10 വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി. ബൈസൺ വാലി ഗവൺമെന്റ് സ്കൂളിലാണ് സംഭവം. ബൈസൺ വാലി സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും ഇതേ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും തമ്മിലുണ്ടായ വാക്ക് തർക്കമാണ് കയ്യാങ്കളിയിലേക്കും കുരുമുളക് സ്പ്രേ പ്രയോഗത്തിലേക്കും നയിച്ചത്. വിദ്യാർത്ഥിനിയുമായുള്ള സൗഹൃദം ചോദ്യം ചെയ്യവെയാണ് വിദ്യാർത്ഥി കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചത്. ബഹളം കേട്ട് ഓടിക്കൂടിയ മറ്റ് വിദ്യാർത്ഥികളുടെ ദേഹത്തും കുരുമുളക് സ്പ്രേ വീണു. ഇതോടെ പലർക്കും ദേഹാസ്വസ്ഥ്യമുണ്ടായി. സ്കൂളിന് പുറത്ത് ബസ് സ്റ്റോപ്പിൽ വെച്ചായിരുന്നു സംഭവം. ബസ്സാന്ന് ഇറങ്ങി കഴിയുമ്പോൾ അവിടെ ഒരു അടിയുണ്ടായിട്ടുണ്ട്. അടിയുണ്ടായി കഴിഞ്ഞപ്പം കുരുമുളക് പെപ്പർ സ്പ്രേ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അങ്ങോട്ട് കൊച്ചിയൊന്നിറങ്ങി. കൊച്ചു മാത്രമല്ല, കൊച്ചിന് കൂടെ വേറെ 10-15 പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് സംഭവം മനസ്സിലായില്ല. അവരങ്ങോട്ട് എന്ന് കയറി അപ്പോൾ പെട്ടെന്ന് ഒരു കണ്ണിലേക്കും മൂക്കിലോട്ടും വയലോട്ടും ശ്വാസം മുട്ടലേക്ക് വിട്ടു. പെപ്പർ സ്പ്രേയുടെ സ്മെല്ലടിച്ചിട്ട് ഇപ്പം ഹോസ്പിറ്റലിലേക്ക് ബൈസൺ വാലി ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ശ്വാസം മുട്ടലായിട്ടാണ് അടിമാലിയിൽ വന്നത്. സംഭവശേഷം ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട വിദ്യാർത്ഥികളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരു കൂട്ടരുടെയും മൊഴിയെടുത്ത ശേഷം സംഭവത്തിൽ കേസെടുക്കുമെന്ന് രാജാക്കാട് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂർ ഇരട്ടി കുന്നോത്ത് വിഷപ്പാമ്പിനെ പിടികൂടി. കുട്ടികൾ കളിക്കുന്നതിനിടെയാണ് വിഷപ്പാമ്പിനെ പിടിച്ചത്. തലനാരിഴയ്ക്കാണ് പാമ്പിന്റെ കടിയേൽക്കാതെ കുട്ടികൾ രക്ഷപ്പെട്ടത്. കൈകൊണ്ട് എടുത്താണ് മൂർഖൻ പാമ്പിനെ കുപ്പിയിലടച്ചത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്നേക്ക് റെസ്ക്യൂവരെത്തി പാമ്പിനെ കൊണ്ടുപോയി. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. ഇനി പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷ് ഗോപാലത്ത്.